കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല, ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. കർത്താവിൻ്റെ അരുളപ്പാടാണ്, ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. ആരുടെ നടുവിലാണ്? എൻ്റെ ജനത്തിൻ്റെ നടുവിൽ. എപ്പോഴാണ്? അവരുടെ അവസ്ഥ അവരുടെ കാലത്തോ അവരുടെ പിതാക്കൾ, ഒന്നാമത്തെയായി യോവേൽ പ്രവചനം വായിക്കുമ്പോൾ, അവരുടെ കാലത്തോ അവരുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടില്ല. വെട്ടുക്കിളി നശിപ്പിച്ചത് തുള്ളൻ വീണ്ടും നശിപ്പിച്ചു. അത് ശേഷിപ്പ് അല്പം ഉണ്ടായിരുന്നു. തുള്ളൻ ശേഷിപ്പിച്ചത് വിട്ടില നശിപ്പിച്ചു. അങ്ങനെ കംപ്ലീറ്റ് എംപ്റ്റി ആയിരിക്കുന്ന അവസ്ഥ. വിത്ത് കട്ടകളുടെ ഇടയിൽ കിടന്ന് ഞെരുങ്ങുന്നു. പണ്ടികശാലകൾ ശൂന്യമായി കിടക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ അരുളപ്പാട്, എൻ്റെ ജനമനുദപിച്ച് പ്രാർത്ഥിച്ചുപവസിച്ച് വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ കീറിക്കൊണ്ട് എൻ്റെ അടുക്കലേക്ക് തിരിയാൻ ദൈവത്തിൻ്റെ ആഹ്വാനം. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ എവിടെ വിടുതൽ വന്നിട്ടുണ്ടോ അവിടെ അനുതാപം വന്നിട്ടുണ്ട്. എവിടെ വിടുതൽ വന്നിട്ടുണ്ടോ അവിടെ ഒരു കരച്ചിലുണ്ടായിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. എവിടെ വിടുതൽ വന്നിട്ടുണ്ടോ അവിടെ ജനം മടങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും ദൈവിക വിടുതൽ സംഭവിക്കുന്ന ഇടത്ത് നമുക്കൊരു അനുതാപം, നമുക്കൊരു മടങ്ങി വരവോ. പ്രിയരെ, എവിടൊക്കെ നമ്മൾ വീണു പോയിട്ടുണ്ട്? പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവമായിട്ടുള്ള ബന്ധത്തിലും വന്ന സകല വിഘാതങ്ങളും ഇന്ന് പകലേറ്റു പറഞ്ഞുകൊണ്ട് അവിടുത്തെ മുൻപാകെ നമുക്കൊന്ന് സമർപ്പിക്കാം. അങ്ങനെ അവർ അനുദപിക്കാനും പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും തകർന്ന ഹൃദയമായി ദൈവം മുൻപാകെ അന്വേഷിക്കാൻ തയ്യാറായപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മധ്യമുണ്ട്, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും വിട്ടിലും നശിപ്പിച്ച സംവത്സരങ്ങൾക്കനുസരിച്ച് ഞാൻ നിങ്ങളോട് പകരം നൽകും, നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിക്കും. ഈ പകൽ എത്ര പേർക്ക് വിളിച്ചു പറയാൻ കഴിയും, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്ത് വരുന്നു, ഞാൻ അവിടുത്തെ മുമ്പാകെ മുട്ടുകുത്താൻ തയ്യാറുണ്ട്. മുട്ടുകുത്താൻ തയ്യാറായ ഏലിയാവേ, ദേശം വരണ്ട് കിടക്കുന്നു, ആകാശം അടഞ്ഞിരിക്കുന്നു. മുട്ടുകുത്തി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മേഘം ഇരുണ്ടോ അല്ലെങ്കിൽ ആകാശം കറുത്തോ? കണ്ടത് ചെറിയൊരു കൈ പോലെ, ചെറിയൊരു കൈ പോലെ. പക്ഷേ അതല്ല അവിടെ സംഭവിച്ചത്. നീ കാണുന്നതിലുപ്പുറത്ത് പ്രാർത്ഥിക്കുന്നവൻ വലിയൊരു മഴ പെയ്തിറങ്ങുന്നതാണ് കണ്ടത്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽ ആര് പ്രാർത്ഥിക്കാൻ തയ്യാറാകും, മുട്ടുകുത്താൻ തയ്യാറാകും? അവസ്ഥകൾ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. വരണ്ടിരിക്കാം, പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ വരൾച്ചകളെ മാറ്റി ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ഒറ്റ രാത്രി കൊണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം തൻ്റെ ജനം ഒന്ന് തിരിച്ചറിയാൻ ഇന്ന് പ്രഭാതത്തിലും തയ്യാറാകട്ടെ. ധൈര്യത്തോടെ പറയാമോ, ഞങ്ങൾ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുക്കുന്ന ആരും തകർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. ഈ പകലിലും വളരെ സുപരിതമായൊരു വാക്യം, യോഹന്നാൻ 19:33 വാക്യം. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ മരിച്ചുപോയി എന്നു കാണുകയാൽ അവൻ്റെ കാൽ ഒടിച്ചില്ല. സ്തോത്രം. വളരെ ആഴമായൊരു ഭാഗമാണ്. നമുക്കതിൻ്റെ ചരിത്ര പശ്ചാത്തലം അറിയാം. ഇഞ്ചിഞ്ചായി നുറുക്കപ്പെട്ട തിരുശരീരം, ഒഴിക്കപ്പെട്ട അവസാനത്തുള്ള രക്തവും
അടിക്കപ്പെട്ട ഓരോ അടിയുടെ പിണരുകളും, തലയിലേക്ക് ആഞ്ഞടിച്ച് കയറ്റിയ മുള്ളുകൊണ്ടുള്ള കിരീടങ്ങൾ, വലിച്ചിഴയ്ക്കപ്പെട്ട സ്കിന്നെല്ലാം ഇളകിപ്പോയ ശരീരം. പ്രൈസ് ഗോഡ്. കണ്ടാൽ ആളറിയാതെ വണ്ണം എൻ്റെ യേശുവിൻ്റെ രൂപം വികൃതമായി തീർന്നു. ആരുടെ? രാജകുമാരനായ യേശുവിൻ്റെ. ഓമനകുമാരൻ്റെ രൂപമാണ് വിരൂപമായി തീർന്നത്. സഹോദരങ്ങളെ, രണ്ട് കള്ളന്മാരുടെ മധ്യേ ഒരു പാപവും ചെയ്യാത്ത യേശു ലോകത്തിലെ കോടതികളും മതക്കോടതികളുമെല്ലാം മാറി മാറി വിസ്തരിച്ചിട്ട് പറഞ്ഞു, ഈ മനുഷ്യനിൽ യാതൊരു കുറ്റവും കണ്ടെത്തുന്നില്ല. നിരപരാധിയായ ഒരു വ്യക്തി ക്രൂശീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു കോടതിയും അംഗീകരിക്കുന്ന കാര്യമല്ല. പക്ഷേ അത് സംഭവിക്കേണ്ടതുമായിരുന്നു. എന്തുകൊണ്ടാണ്? നമ്മളെ നേടുവാൻ. ഞാൻ ചിന്തയിലേക്ക് ഓടി വരുന്നു. അങ്ങനെ പടയാളികൾ ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ അടുക്കിലേക്കും, രണ്ട് കള്ളന്മാർ, ഞാൻ പറഞ്ഞല്ലോ, രണ്ട് സൈഡിൽ നിൽക്കുക, യേശു എൻ്റെ മധ്യത്തിൽ കിടക്കുകയാണ്. അന്ന് ഒരുക്കനാളും ശബത്ത് നാളും ആകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുതെന്ന് വെച്ചിട്ട് അവരുടെ കാൽ ഒടിപ്പിച്ച് എടുക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ. പടയാളികൾ വന്ന ഒന്നാമത്തവൻ്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവൻ്റെയും കാൽ ഒടിച്ചു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു മരിച്ചുപോയി എന്ന് കണ്ടിട്ട് യേശുവിൻ്റെ കാൽ ഒടിച്ചില്ല. സ്തോത്രം. മറ്റ് രണ്ടുപേരുടെയും കാൽ ഒടിപ്പിച്ചു. വലിയൊരു കോലുകൊണ്ട് മുട്ടിന്മേൽ അടിച്ച് അവരുടെ കാലൊടിച്ചപ്പോൾ എൻ്റെ യേശുവിൻ്റെ കാലും അതുപോലെ ഒടിക്കാൻ അവർ വന്നത്. പക്ഷേ ഒരു പ്രവചന ഭാഗം അവിടെ കിടപ്പുണ്ടാകും. അതാണ് ഞാൻ പറയാൻ വരുന്നത്. 34-ാം സങ്കീർത്തനത്തിൽ നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും എന്നിട്ട് എഴുതിയിട്ടുണ്ട്, അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കും, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. ദൂത് മനസ്സിലായോ? ഈ ഒരു പ്രവചന ഭാഗമാണ് അവിടെ നിറവേറിയത്. പ്രിയ സഹോദരങ്ങളെ, ആത്മശക്തിയോടെ ഞാൻ വിളിച്ചു പറയുന്നു, പ്രവചന ശബ്ദം നിൻ്റെ മേലുണ്ടെങ്കിൽ നിൻ്റെ അസ്ഥികളെ തൊടാൻ, നിൻ്റെ കുടുംബത്തെ തൊടാൻ, ഒടിക്കാൻ, വളയ്ക്കാൻ ഒരു ശക്തിക്കും ഒരു അധികാരത്തിനും ഒരു പടയാളിക്കും ഒരു ദുരാത്മമണ്ഡലത്തിനും എൻ്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ദൂത് മനസ്സിലായവർ ഇന്നു പകൽ സ്തോത്രം ചെയ്യുക. നിന്നോടും നിൻ്റെ തലമുറകളോടും കുടുംബത്തോടും ദൈവം അരുളപ്പാടറിയിച്ചിട്ടുണ്ടെങ്കിൽ സംശയിക്കരുത്, ധൈര്യം ചോർന്നു പോകരുത്, ബലം നഷ്ടപ്പെടരുത്. ഒടിക്കാൻ വേണ്ടിയാണ് വന്നത്, പക്ഷേ നടക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി വച്ചതിനെ തിരുത്താൻ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദത്തെ തകർക്കാൻ ഒരു ദുഷ്ടശക്തികളെയും എൻ്റെ ദൈവം അനുവദിക്കില്ല. അവരെൻജോയ് ചെയ്തില്ലേ ക്രൂശീകരണ സമയത്ത്? നീ നിന്നെ തന്നെ രക്ഷിക്കാൻ യേശുവിനോട് പറഞ്ഞില്ലേ? അവിടെയും മൗനമായിരുന്നില്ലേ? യേശു വെല്ലുവിളി ഏറ്റെടുത്തില്ല. പക്ഷേ യേശുവിൻ്റെ മരണശേഷം കല്ലറകൾ പിളർക്കാൻ തുടങ്ങി. അനേക വിശുദ്ധന്മാർ എഴുന്നേൽക്കാൻ തുടങ്ങി. പാറകൾ പിളർന്നു. നമുക്കറിയാം, പ്രധാനമായ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഹർത്താലുകൾ ഉണ്ടാകും, കടകമ്പോളങ്ങൾ അടയ്ക്കും. എൻ്റെ യേശുവിൻ്റെ മരണത്തിൽ ഇതൊന്നും സംഭവിച്ചില്ലെങ്കിലും ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിച്ചു. പ്രകൃതിക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ദൂതിലേക്ക് ഞാൻ വരികയാണ്. 3-ാം ദിവസം മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ സകല നാമത്തിനും മേലായ നാമം
യേശുവിന് പിതാവായ ദൈവം കൊടുത്ത എല്ലാ മുട്ടും മടങ്ങുന്ന, എല്ലാ നാവും പുകഴുന്ന ശ്രേഷ്ഠനാമത്തിന് അധികാരിയാക്കി മാറ്റിയെങ്കിൽ ഞാൻ ദൂത് വിളിച്ചു പറയുന്നത്, സഹോദരങ്ങളെ, ദൈവിക വാഗ്ദത്തങ്ങളെ അസ്ഥിരപ്പെടുത്താൻ, ദുർബലപ്പെടുത്താൻ, അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും, നടക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ അരുളപ്പാട്, അവൻ്റെ അസ്ഥികൾ എല്ലാം ഞാൻ സൂക്ഷിക്കും, ഒന്നും ഒടിഞ്ഞു പോകയില്ല. ഇന്ന് പകൽ സൂക്ഷിക്കുന്ന ദൈവം, ഒടിക്കാത്ത ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. വിശ്വസിക്കണം. ഒടിച്ചു കളയുമെന്ന് വാദിച്ച നിൻ്റെ പിന്നാലെ വന്ന നിൻ്റെ വാഗ്ദത്തത്തെ തകർത്ത് കളയുമെന്ന് അണിയറയിൽ പദ്ധതി ഒരുക്കുമ്പോൾ ആ പദ്ധതികളെ പൊളിക്കുന്ന ഒരു പ്രവചന ശബ്ദം ഇപ്പുറത്ത് കിടപ്പുണ്ടെന്ന് ദൈവാത്മാവ് തൻ്റെ ജനത്തെ നോക്കി ദൂത് വിളിച്ചു പറയുന്നു. നിങ്ങളുടെ തലമുറകളുടെ മേലുണ്ട്, നിങ്ങളുടെ മേലുണ്ട്, നിങ്ങളുടെ മിനിസ്ട്രിയുടെ മേലുണ്ട്. പൊളിക്കാൻ നോക്കട്ടെ, തകർക്കാൻ നോക്കട്ടെ, നടക്കില്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം ഇന്ന് പകൽ ചിലയിടത്ത് മുഴങ്ങുന്നുണ്ട്. അതാ പിശാചി കയറി ജയിക്കാൻ നോക്കിയിട്ട് നടക്കാഞ്ഞത്, അവൻ ഇടിക്കാൻ നോക്കിയിട്ടും തിരിച്ചു പോയത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അത്ഭുതകരമായ വിടുതൽ സംഭവിക്കുന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക. എൻ്റെ മേലുള്ള വാഗ്ദത്തത്തെ തകർക്കാൻ ഉറപ്പാക്കണേ. നടക്കില്ല കേട്ടോ. അവർ വരും, തിരിച്ചതുപോലെ പോകും. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. കാദേശ് മരുവിനെ നടക്കുന്ന ആ ശബ്ദം, വനങ്ങളുടെ തോലൊരിക്കുന്ന ആ ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ആ ശബ്ദം ഇന്ന് പകലിലും മുഴങ്ങി യേശുവിൻ്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. പിതാവേ, ആ വചനത്തിൻ്റെ ശക്തി ഞങ്ങൾ ഏറ്റെടുക്കുന്നു, ആ ദൂതിൻ്റെ ആഴം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ മുകളിലുള്ള വാഗ്ദത്തത്തെ തകർത്ത് കളയാൻ എത്ര സ്വാധീനവും അധികാരവും ഉണ്ടെങ്കിലും, കൂടിയാലോചനകളുണ്ടെങ്കിലും, അതിനെല്ലാം ഫലമാക്കുന്ന ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വന്നിരിക്കാൻ സ്തോത്രം. ഇന്ന് പകലങ്ങ് നൽകുന്ന വിടുതലുകൾക്കായി സ്തോത്രം, സൗഖ്യത്തിനായി സ്തോത്രം, സമാധാനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ആസ്തികളെല്ലാം സൂക്ഷിക്കുന്ന, ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം സൂക്ഷിക്കുന്ന, ഞങ്ങളുടെ തലമുറകളെ സൂക്ഷിക്കുന്ന, ആത്മാവിൽ ഞങ്ങളെ ബലപ്പെടുത്തുന്ന, അസ്ഥികളിലേക്ക് ജീവൻ വ്യാപരിപ്പിക്കുന്ന ദൈവശക്തിക്കായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഈ ദൂത് ഏറ്റെടുക്കൂ. ദൈവം നിങ്ങളോടുകൂടെ. ഈ ദൂത് ഏറ്റെടുക്കൂ. ദൈവം നിങ്ങളെ ശക്തീകരിക്കും. ഈ ദൂതിൻ്റെ ബലം ഇന്നു പകൽ ചില കുടുംബങ്ങളുടെ വാഗ്ദത്തത്തെ ഉറപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ അവിടെ നമ്മളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.